കടമെടുപ്പ് പരിധി സംബന്ധിച്ച വിഷയം പരിഹരിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ച വിജയമായില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും അനുകൂല മറുപടി ലഭിച്ചില്ലെന്നും കെ.എൻ. ബാലഗോപാൽ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കവേ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ചർച്ച സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നടന്നത്. ചർച്ചയുടെ വിശദാംശങ്ങൾ നോക്കാം. സിബി ജോസഫ്. ലോകത്തിൽ നമ്മൾ വിചാരിച്ചതിന് അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സംബന്ധിച്ച് ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അനുകൂലമായൊരു തീരുമാനം വന്നിട്ടില്ല. സംസ്ഥാനം ഏറ്റവും ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അവരിനി ആലോചിക്കുമെന്ന് അറിയില്ല. ഇന്ന് തീരുമാനം അനുകൂലമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയാം. അസിത, ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം കേന്ദ്രവുമായി ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് എല്ലാത്തിനെയും ചർച്ച നടത്തിയത്. പക്ഷേ ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതായത് ഈ ഒരു ഇതുമായി സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് എല്ലാത്തിനെയും കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിൽ കേന്ദ്രത്തിന് വളരെ വലിയ അതൃപ്തിയുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ 3 മണിക്കൂറിലധികം 4 മണി മുതൽ 7 മണി വരെ ഏകദേശം 3 മണിക്കൂറിലധികം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അടങ്ങുന്ന 4 സംഘം കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ടി.വി. സോമനാഥുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ചയിലെല്ലാം തന്നെയും കേരളം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന്, ഈ ഒരു സ്യൂട്ട് ഹർജിയിൽ പറയുന്ന കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച ഈ ഒരു നടപടി പിൻവലിക്കണം. മറ്റൊന്ന്, അടിയന്തരമായി 26,000 കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കണം. അതായത് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമെല്ലാം തന്നെയും മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെയും ഈ കാര്യത്തിൽ ഒരു പരിഗണന വേണമെന്നുള്ളതായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെയും ചർച്ച നടത്തിയെങ്കിലും ഒരു അനുകൂലമായ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കേസ് കൊടുത്തിട്ടുള്ള കേന്ദ്രത്തിന് അതൃപ്തിയും ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ചർച്ച പോസിറ്റീവായില്ല എന്ന് തന്നെ ധനമന്ത്രി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിരിക്കുന്നു. ന്യായമായി ലഭിക്കേണ്ട പല കാര്യങ്ങൾ പോലും ചൂണ്ടിക്കാട്ടിയിട്ടും ആ കാര്യത്തിലും ഒരു തീരുമാനം കൃത്യമായി അല്ലെങ്കിൽ ഒരു അംഗീകരിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായില്ല. ഇനി അടിയന്തരമായി ലഭിക്കേണ്ട 26,000 കോടി രൂപ അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായ ഒരു പ്രത്യേകമായ നിവേദനം ഇന്നും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കാര്യത്തിലെല്ലാം തന്നെയും ഒരു തീരുമാനം വ്യക്തമായി കേന്ദ്രം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇനിയിപ്പോൾ 19-ാം തീയതിയാണ് ഈ കേരളത്തിലെ സ്യൂട്ട് ഹർജിയും എല്ലാ നിലയും അപേക്ഷയും പരിഗണിക്കുക. 19-ാം തീയതി പരിഗണിക്കുമ്പോൾ ഈ കാര്യം ഇത്തരത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാത്ത കാര്യം എല്ലാം തന്നെയും കേരളം അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഇന്ന് ഈ ഒരു ചർച്ച ഇന്ന് കേരളം നോക്കി കണ്ടത്. പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെ വലിയ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിക്ക് പുറത്ത് ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ എന്ന് ജസ്റ്റിസ് ചോദിച്ചത്. പക്ഷേ ഈ ഒരു അടിസ്ഥാനത്തിലായിരുന്നു കേരളം ചർച്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ ഇന്ന് 3 മണിക്കൂറിലധികം ദില്ലിയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നേരിട്ടെത്തി. അദ്ദേഹം ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും AGയും ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അനുകൂലമായൊരു നിലപാട് ഇന്ന് കേരളത്തിന് ലഭിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഇതുമായി ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കേരളം. ഇനി 19-ാം തീയതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. അസിത നൽകുകയായിരുന്നു സിബി ജോസഫ്.